പ്രൈസ് ദ ലോർഡ്. കാൽവറിയിൽ മുഴങ്ങിയ ശബ്ദം. പവർഫുൾ വേർഡ്സ് ഫ്രം കാൽവറി. കരച്ചിലോ നിലവിളിയോ അല്ല കാൽവറിയിൽ നിന്ന് കേട്ടത്. ഒരു പ്രാർത്ഥനയുടെ മുഴക്കമുള്ള ശബ്ദമാണ് നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? പ്രതികൂല സാഹചര്യത്തിൽ വേദനയിൽ നിലവിളിക്കാതെ തന്നെ കഠിന വേദനയിൽ ആക്കിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. കർത്താവെ, അവരോട് ക്ഷമിക്കണമേ. പിതാവാം ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ പുത്രനാം ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പാപകൂപത്തിൽ നശിച്ചു പോകാതിരിപ്പാൻ രക്ഷകനായി എത്തിയ ആളിനെയാണ് ഈ അറിവുകെട്ട മനുഷ്യർ, പടയാളികൾ, പീലാത്തോസ്, ചീഫ് പ്രീസ്റ്റ് ഇവരെല്ലാം ഉപദ്രവിക്കുവാൻ കൂട്ടുനിന്നത്. എന്നിട്ടും തന്നെ ക്രൂശീകരണത്തിന് കൂട്ടുനിന്ന കൂട്ടർക്ക് വേണ്ടി, തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി, തന്നെ മരണത്തിന് വിധിച്ചവർക്ക് വേണ്ടി, തുപ്പിയവർക്ക് വേണ്ടി, അടിച്ചവർക്ക് വേണ്ടി, കള്ളസാക്ഷികൾ, ആണി അടിച്ചവർ, ഇവർക്കെല്ലാം വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, 21-ന്റെ 15, 23, 45, 46, 26-ന്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്കിത് കാണാവുന്നതാണ്. പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നതെന്നുണ്ട് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആദ്യത്തെ പ്രാർത്ഥന ലൂക്കോസ് 23-ന്റെ 33, 34 വാക്യങ്ങൾ കാണാം. ഈ പ്രാർത്ഥന ഉള്ളിൽ സ്വീകരിക്കുന്നവർ അറിയാതെ പറഞ്ഞു പോകും, കർത്താവേ, എൻ്റെ പാപത്തെ എന്നോട് പൊറുക്കണമേ എന്ന്. ഞാൻ പാപിയാ കർത്താവേ, എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ എന്ന്. അതുപോലെ തന്നെ വേദനയിൽ കിടക്കുന്ന അവനോട് തൻ്റെ ഇടതും വലതുമായി ക്രൂശിച്ച 2 കള്ളന്മാർ 2 തരത്തിൽ പെരുമാറി. ഒരുവൻ യേശുവിനെ പരിഹസിച്ചു. എന്നാൽ രണ്ടാമൻ ചെയ്തത് ശത്രുക്കൾക്ക് വേണ്ടി, ഉപദ്രവിച്ചവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വാക്കുകൾ അവൻ്റെ ഉള്ളിൽ ഒരു ചലനം സൃഷ്ടിച്ചു. അവൻ അത്ഭുതമാണ് തോന്നിയത്. അവനപ്പോൾ യേശുവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. ലൂക്കോസ് 23-ന്റെ 30-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. പശ്ചാത്താപം ഉണ്ടായവനോടാണ് യേശു പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന്. ഒരാൾക്ക് കർത്താവിനെ സമീപിക്കുവാൻ 2 ഓപ്ഷനുകളുണ്ട്. 1 തള്ളിക്കളയാം, 2 സന്തോഷത്തോടെ അവനെ സ്വീകരിക്കാം. ഇതിലേത് കൂട്ടത്തിലാണ് നമ്മൾ? മൂന്നാമതായി നാം കാൽവറിയിൽ മുഴങ്ങിക്കേട്ട ശബ്ദം ലൂക്കോസ് 19-ന്റെ 26, 27, യോഹന്നാൻ 19-ന്റെ 26, 27 വാക്യങ്ങളിൽ കഷ്ടതയുടെ പാരമ്യത്തിലാണ് യേശു. എന്നിട്ടും ആരോടും പരിഭവമില്ലാതെ നമുക്ക് വേണ്ടി ആ ക്രൂശ് വഹിച്ചവൻ തൻ്റെ സഹോദരങ്ങളെല്ലാം കൈവിട്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴും തകർന്നു പോയില്ല. ശിഷ്യന്മാരെല്ലാവരും ഓടി ഒളിച്ചു, തകർന്നില്ല. ഇപ്പോൾ കരയുന്ന കുറേ സ്ത്രീകളും അവരുടെ കൂട്ടത്തിൽ തൻ്റെ മാതാവും താൻ സ്നേഹിച്ച ശിഷ്യനും മാത്രമേ ഉള്ളൂ. തൻ്റെ മാതാവിനെ ഏൽപ്പിക്കണം ആരുടെ കൈകളിൽ? തൻ്റെ സഹോദരന്മാരുടെ കയ്യിൽ അമ്മയെ ഏൽപ്പിക്കുവാൻ യേശുവിന് താല്പര്യമില്ല. അതുകൊണ്ട് വിശ്വസ്തനായ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യ, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതാ സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന്. അമ്മമാരെ മറക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്.
പ്രായമായ അമ്മമാരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക, അവരെ തള്ളിക്കളയുക. ലോകത്തിൽ യേശുവിൻ്റെ പ്രവൃത്തി ഇങ്ങനെയുള്ളവർ ഒന്ന് മാതൃകയാക്കിയാൽ നല്ലതായിരുന്നു. സ്വന്തം സഹോദരങ്ങൾ അമ്മയുടെ സംരക്ഷണ ചുമതലയിൽ അവിശ്വസ്തർ എന്ന് കണ്ടതുകൊണ്ടല്ലേ യേശു ശിഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. നാം നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരോ അവിശ്വസ്തരോ സ്വയം ചിന്തിക്കുക. കാൽവറിയിൽ നിന്ന് കേട്ട 4ാമത്തെ ശബ്ദം മത്തായി 27:46 കാണാം. എന്നെ കൈവിട്ടത് എന്ത്? കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ തിരസ്കരണം അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുള്ള കാര്യമല്ല. പലരും തിരസ്കരിച്ച് കഴിഞ്ഞു. കഠിന വേദന കാണാനോ അതിൽ വിഷമിക്കാനോ ആരുമില്ല. ഇങ്ങേറ്റം പ്രകൃതി പോലും ഇത് കാണാതെ കണ്ണടച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ ഇരുട്ടായിരുന്നു. ആലയത്തിൽ തിരശ്ശീല മുകൾ തൊട്ടടി വരെ 2ആയി കീറിപ്പോയി. മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിന് ഇനി ഒരു ബലി ആവശ്യമില്ല. അതാണ് ഈ കൈവിടിയിൽ നമ്മെ കാണിക്കുന്നത്. ഈ കൈവിടിയിൽ നടന്നാലേ ലോകം രക്ഷപ്പെടുകയുള്ളൂ. 5ാമതായി കാൽവറിയിൽ നിന്ന് കേട്ട അടുത്ത ശബ്ദം, എനിക്ക് ദാഹിക്കുന്നു. തൻ്റെ വേദനയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൻ ഇപ്പോൾ ദാഹത്തെക്കുറിച്ച് പറയുന്നു. യേശു ഒരിക്കൽ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ വിശപ്പും ദാഹവും മാറ്റാൻ സാത്താൻ ചെന്നു. അപ്പോൾ യേശു സാത്താനോട് പറഞ്ഞത്, സാത്താനെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിലെ വചനത്താലും ജീവിക്കുന്നുവെന്ന്. കല്ലപ്പമാക്കുവാൻ ചെന്ന സാത്താൻ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയി. തുടർന്ന് ശമര്യ സ്ത്രീയോട് ദാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും യേശു പറയുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ഇവിടെ യേശുവിൻ്റെ ദാഹം വചനം സ്വീകരിക്കാതെ ഒത്തിരി പേർ മാറി നടക്കുന്നു. യേശു കൊടുത്ത വെള്ളം കുടിക്കാൻ തയ്യാറാകാതെ തന്നെ കല്ലെറിഞ്ഞവർ, തന്നെ തിരസ്കരിച്ചവർ, തുപ്പിയവർ, തലയിൽ മുൾക്കിരീടം വെച്ചവർ, കൊല്ലാൻ വിധിച്ചവർ, അങ്ങനെ ഒരു നീണ്ട പട്ടിക. അവരെ എല്ലാം ഓർത്ത് യേശുവിന് ദാഹമാണ്. എന്താ കാര്യം? ഇവരെ എല്ലാം യേശുവിന് വേണം. ആരും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ലോകത്തിൽ നോക്കിയിട്ട് അവൻ്റെ ദാഹം വർദ്ധിക്കുകയുള്ളൂ. കാരണം ഇന്ന് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ലഹരിക്കടിമകളാണ്. ആർക്കും ദൈവത്തെ വിളിക്കണമെന്നോ ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമെന്നോ ചിന്തയില്ല. ലോകം ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ ദാഹം വർദ്ധിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, കാൽവറിയിൽ നിന്ന് മുഴങ്ങിക്കേട്ട ആ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചേ. യേശുവേ, നിന്റെ ദാഹം തീർക്കാൻ ഞാൻ വരുന്നു. ഞാൻ അനേകരുമായി നിന്റെ അടുക്കലെത്തും. എന്നെ അയക്കണമേ. ഞാൻ ആരെ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോകും എന്ന് സങ്കടത്തോട് ചോദിക്കുന്ന യേശുവിനോട് നമുക്ക് ധൈര്യമായി പറയാം, കർത്താവേ, എന്നെ അയക്കണമേ, ഞാൻ പോകാമെന്ന്. 6ാമതായി സകലവും നിവൃത്തിയായി എന്ന് പറയുന്നു. ഒരു കാര്യം നിവൃത്തിയാകണമെങ്കിൽ അത് പൂർത്തിയാക്കുന്നവർക്കേ പറയാൻ കഴിയുള്ളൂ. യേശുവിൻ്റെ വേദനകൾ ഇവിടെ അവസാനിച്ചു. ആ വേദനയുടെ കാര്യമെല്ലാം നിവൃത്തിയായി കഴിഞ്ഞു. തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി, അതും നിവൃത്തിയായി. പിതാവിൻ്റെ ഉദ്ദേശം അതും നടപ്പാക്കി. അകന്നു പോകുന്ന മനുഷ്യരെ പുത്രൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന ജോലി യേശു ധൈര്യമായിട്ട് ചെയ്തു. ഇനി ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാനില്ല. തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം അവൻ ചെയ്തു തീർത്തു. ഒന്നിനെക്കുറിച്ചും ഇനി ഭാരപ്പെടാനില്ല. അതുകൊണ്ട് തൻ്റെ ജോലി നിവർത്തിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി തൻ്റെ ജീവനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് 7ാമത് കേട്ട ശബ്ദം. യോഹന്നാൻ 10:17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവൻ തല ചായ്ച്ച്, ലൂക്കോസ് 23:45-46 വാക്യങ്ങൾ നോക്കുക.
മന്ദിരത്തിലെ തിരശ്ശീല കീറി. പിതാവുമായുള്ള അവൻ്റെ അവസാന വാക്കുകൾ അവസാനം വരെ നിലനിർത്തി ആത്മാവിനെ ഏൽപ്പിച്ചു. അത് തിരിച്ചു വാങ്ങാനാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു, അത് തിരിച്ചു വാങ്ങിക്കും. തല ചായ്ച്ച് പ്രാണനെ വിട്ടു. സമ്പൂർണ്ണ സമർപ്പണത്തെയാണ് അത് കാണിക്കുന്നത്. ശ്വാസത്തിനുള്ള അവസാന ശ്രമമാണ് തല ഉയർത്തുക എന്നുള്ളത്. മരിച്ച ശേഷം തല ചായ്ക്കും. എന്നാൽ ഇവിടെ തല ചായ്ച്ച ശേഷമാണ് യേശു പ്രാണനെ വിട്ടത്. പ്രിയരെ, കാൽവറിയിൽ നിന്ന് മുഴങ്ങിക്കേട്ട ആ ശബ്ദം എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിരുന്നു. ഒരു ക്രൂശിൻ്റെ ഒരു ഭാഗം നേരെ നിൽക്കുന്നത്, ചെറിയ ഭാഗം ചരിഞ്ഞു കിടക്കുന്നത്. അതായത് ഒരു ജീവനും ഒരു മരണത്തെയുമാണ് കാണിക്കുന്നത്. പാപിയായി ജീവിച്ച് പാപിയായി തന്നെ മരിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ പാപത്തെ അവൻ കാൽവറിയിൽ യാഗമായി നമുക്ക് പാപക്ഷമ തന്ന് ജീവൻ നമുക്ക് വീണ്ടെടുത്ത് തന്നു. നാം പാപികളായി ജീവിച്ച് പാപികളായി മരിക്കുവാൻ പിതാവാം ദൈവം മരിക്കാതിരിപ്പാൻ, നമ്മളെ രക്ഷിപ്പാൻ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാക്കി. എന്തൊരൻപിതം ഈ സ്നേഹം! ഈ സ്നേഹം എത്ര അൻപുള്ളതാണ്! ആ യേശുവിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഒരു നല്ല വെള്ളിയാഴ്ച, ഒരു ഗുഡ് ഫ്രൈഡേ നമ്മളിൽ നിന്ന് കടന്നുപോയി. അടുത്ത കൊല്ലം ഇത് ആഘോഷിക്കാനല്ല, ഓരോ നിമിഷവും നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ യേശുവിനെ ഓർക്കുക. ഒന്നോർത്തു, ഇനി അടുത്ത ദുഃഖവെള്ളിയാഴ്ച ഓർക്കാമെന്ന് ആരും കരുതരുത്. ഇത് നിനക്കൊരു മുന്നറിയിപ്പായി കണ്ട് യേശുവിൻ്റെ ദാഹം തീർക്കാൻ ഇന്ന് അവൻ്റെ മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കാം. യേശുവേ, നിൻ്റെ ദാഹം തീർക്കാൻ എന്നെ വിളിച്ച് ആ ദൗത്യം ഏൽപ്പിക്കണമേ. പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞാൻ ശത്രുവിന് വേണ്ടി കോപത്തിൽ സംസാരിക്കാതെ ശത്രുവിനോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് യേശുവിനെ മാതൃകയാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മാതാപിതാക്കളെ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും സ്വന്തം മാതാവിൻ്റെ സംരക്ഷണ ശ്രദ്ധിച്ച, വേദനയുടെ മധ്യത്തിൽ ശ്രദ്ധിച്ച യേശു ഞങ്ങൾക്ക് മാതൃകയായി തന്നതിനായി സ്തോത്രം. നശിച്ചു പോകുന്നവരെക്കുറിച്ചുള്ള ദാഹം ഞങ്ങളുടെ ഉള്ളിൽ തരയണമേ. ഞങ്ങളും അങ്ങയുടെ ദാഹം തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ശാന്തമ്മ വർഗീസ്.